കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവ്. ശരീരമരവിപ്പും വേദനയുമായി ചികിത്സ തേടിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് ആദ്യം നൽകിയതെന്നാണ് പരാതി. പേരാമ്പ്ര സ്വദേശിയായ രജനിയുടെ രോഗനിർണയത്തിലാണ് പിഴവുണ്ടായത്. ഇതോടെ ആരോഗ്യനില വഷളായ യുവതി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ശരീരമരവിപ്പും വേദനയുമായി ഈ മാസം 4-നാണ് പേരാമ്പ്ര കൂത്താളി സ്വദേശി രജനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ രോഗനിർണയം നടത്തി ഗില്ലൈൻ ബാരി സിൻഡ്രോം എന്ന ഗുരുതര രോഗം കണ്ടെത്താൻ ഡോക്ടർമാർക്കായില്ലെന്നാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന പരാതി. ആദ്യ തവണ ഡോക്ടറെ കണ്ട ശേഷം വീട്ടിലെത്തിയ രജനിക്ക് വീണ്ടും ശരീരമാസകലം വേദനയും മരവിപ്പും അനുഭവപ്പെട്ടു. പിറ്റേന്ന് വീണ്ടും ഭർത്താവിനൊപ്പം കാഷ്വാലിറ്റിയിലെത്തിയപ്പോൾ ആശങ്കപ്പെടാനില്ലെന്നാണ് ഡോക്ടർ അറിയിച്ചത്. പലവട്ടം ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയിച്ചിട്ടും കൃത്യമായി പരിശോധിക്കാൻ തയ്യാറായില്ല. വേദന സഹിക്കാതെ രജനി നിലവിളിച്ചപ്പോൾ മാനസിക പ്രശ്നമാണെന്ന് ഡ്യൂട്ടി ഡോക്ടർമാർ പറഞ്ഞതായും ഭർത്താവ് ഗിരീഷ് പറഞ്ഞു. തീരെ സുഖമില്ലാത്തതിന് കാഷ്വാലിറ്റിയിലേക്ക് പിന്നും കയറുമ്പോഴത്തേക്കും ഇവൾ കുഴഞ്ഞു വീണ് അന്നേരം തന്നെ ഇവർ CT സ്കാനും റെഡ് ഏരിയയിലേക്കും CT സ്കാനും മറ്റേ എല്ലാ ടെസ്റ്റുകളും പിന്നെ നടത്തിയതിന് ശേഷം ഇവർ പറയുന്നത് രോഗമൊന്നും കാണുന്നില്ല, ഒക്കെ എന്തോ മാനസികമായിട്ടുള്ളതോ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നൽ. ശരീരം തളരുകയും വീണ്ടും വേദന കൂടുകയും ചെയ്തതോടെ കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാർ ഓർത്തോ വിഭാഗത്തിലേക്കും അവിടെ നിന്ന് ജനറൽ മെഡിസിനിലേക്കും രോഗിയെ റെഫർ ചെയ്യുകയാണ് ചെയ്തത്. ഓരോ വിഭാഗത്തിലെത്തിയപ്പോഴും പ്രാഥമിക പരിശോധനയ്ക്ക് പോലും ഡോക്ടർമാർ തയ്യാറായില്ലെന്നും ഗിരീഷ് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഇവര് നോക്കുമ്പം പറഞ്ഞു ഇത് മാനസിക രോഗിയായ രോഗമെന്ന് വേറൊന്നും പ്രശ്നമൊന്നുമല്ല, ഇവൾ നേരെ ഓർത്തോയിലേക്ക് തട്ടിത്തന്നു. ഓർത്തോ കൊണ്ടുപോയി അവർ നോക്കുമ്പോൾ ഇത് ഷീറ്റിലൊക്കെ മാനസിക രോഗത്തിൻ്റെ ഇങ്ങനെ ഇത് കണ്ടതിന് ശേഷം ഓരോ വരെ നോക്കിയൊന്നുമില്ല. ഒരു വേഗം വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും ഇതൊക്കെ കൊടുത്ത് ചികിത്സ വൈകിയതോടെ രജനിയുടെ ആരോഗ്യനില വഷളായി. തുടർന്നാണ് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ICUവിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ വൃക്കയുടെ പ്രവർത്തനവും തകരാറിലാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. രജനിക്ക് ചികിത്സ നിഷേധിച്ചെന്നാരോപിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അന്വേഷണ സമിതിക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് രജനിക്ക് ന്യൂമോണിയ ബാധിച്ചതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അങ്ങനെ ബൈസ്റ്റാൻഡേഴ്സിനെയോ ഒന്നും അങ്ങനെ അലൗഡ് ചെയ്യാത്തൊരു ഏരിയയാണ്. അപ്പം ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ രോഗികളെ ബൈസ്റ്റാൻഡറാണ് എല്ലാം ചെയ്യുന്നത്. മൂത്രം എടുക്കാനായാലും ഫീഡ് കൊടുക്കാനായാലും ബോഡി മൊത്തം നനച്ച് തുടയ്ക്കാനായാലും ഒക്കെ ബൈസ്റ്റാൻഡറാണ് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ അത്രയും ആളുകൾ ICUവിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ വെന്റിലേറ്ററിലുള്ള രോഗീനെ ട്രക്കിയോസ്റ്റമി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5-8 ആൾ കൂടിയിട്ടാണ് മാറ്റാൻ പോയത്. അപ്പം നമ്മൾ പുറത്ത് കൂടെ നടക്കുന്ന ആളുകളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഇല്ലേ? ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ നീതി ലഭിക്കാൻ 105 ദിവസമാണ് കോഴിക്കോട് സ്വദേശി ഹർഷിന മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിൽ സമരം ചെയ്തത്. കഴിഞ്ഞ ആഴ്ച തുടയെല്ല് പൊട്ടി ചികിത്സ തേടിയ യുവാവ് അടിയന്തര ശസ്ത്രക്രിയ ലഭിക്കാതെ മജ്ജ രക്തത്തിൽ കലർന്ന് വെന്റിലേറ്ററിലായിരുന്നു. നാദാപുരം സ്വദേശി അശ്വിനെയായിരുന്നു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. അശ്വിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ പോയിട്ടാണ് 10-ാം തീയതി ഇവിടെ മെഡിക്കൽ കോളേജിൽ വലിയ പരിക്കുകളോടുകൂടി അഡ്മിറ്റ് ആവുന്നത്. 11-ാം തീയതി ചികിത്സ ലഭിക്കാതെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. മജ്ജ കലങ്ങി, രക്തത്തിൽ കലങ്ങി ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും സർക്കാരും ആരോഗ്യവകുപ്പും അതിവേഗം ശ്രമിക്കേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ സുൽത്താനോടൊപ്പം അനൽ KMB, ന്യൂസ് മലയാളം, കോഴിക്കോട്.